നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS സൂറത്ത് ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം ഭേദിക്കുന്നത് അറബിക്കടലിൽ വിജയകരമായി പരീക്ഷിച്ചു. യുദ്ധക്കപ്പലിൽ നിന്ന് നിയന്ത്രിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമായ ഈ മിസൈൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ ശേഷിക്ക് കരുത്തു പകരും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ. പാക് സർക്കാരിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യ മരവിപ്പിച്ചു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കം കടുത്ത നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പാക് പൗരന്മാർക്ക് വിസ നൽകില്ലെന്നും തീരുമാനം. ഇന്ത്യൻ അറ്റാഷേമാരെ പിൻവലിച്ചതിനൊപ്പം 48 മണിക്കൂറിനുള്ളിൽ എല്ലാ പാക് പൗരന്മാരും ഇന്ത്യ വിടണമെന്നും നിർദ്ദേശമുണ്ട്. പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവെന്ന് പ്രധാനമന്ത്രി. കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ നൽകുമെന്ന് മോദി. ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരുന്നു. ഇന്ത്യയുടെ നടപടികൾക്ക് ഉചിതമായ മറുപടി നൽകുമെന്ന് പാക് പ്രതിരോധ മന്ത്രി അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നടപടിയുമായി പാകിസ്ഥാൻ. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതിയില്ല. ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ മരവിപ്പിച്ചു. ഷിംല കരാർ അടക്കമുള്ള സുപ്രധാന കരാറുകൾ മരവിപ്പിക്കും. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായി 575 മലയാളികൾ കശ്മീരിലുണ്ടെന്ന് സർക്കാർ കണക്കുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിവരം പങ്കുവച്ചത്. കശ്മീരിലുള്ള സഹായം ആവശ്യമായവർക്കും ബന്ധുക്കളെ സംബന്ധിച്ച വിവരം തേടുന്നവർക്കും ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നതിനും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും സൗകര്യമൊരുക്കിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. കശ്മീരിലുണ്ടായത് സുരക്ഷാ വീഴ്ചയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സംഭവത്തിലെ CPIMന്റെയും VD സതീശന്റെയും മറുപടി പാകിസ്ഥാനിലെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നതാണോ എന്നും ഇത്തരം സമയങ്ങളിൽ ഇങ്ങനെ പ്രതികരണം നടത്തുന്നത് ശരിയല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. പഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടാകുന്ന 3ാമത്തെ ആക്രമണമാണ്. കരസേനാ ഉദ്യോഗസ്ഥരും ജമ്മുകാശ്മീർ പോലീസും ചേർന്ന് ഭീകരരെ നേരിടുകയാണ്. അതിനിടെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ നാവിക അഭ്യാസം പ്രഖ്യാപിച്ചു. മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ നടത്തിയേക്കുമെന്നും സൂചന. പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് ജീവൻ പൊലിഞ്ഞവരുടെ മൃതദേഹം ജന്മനാടുകളിൽ എത്തിച്ചു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ സംസ്കാരം നാളെ നടക്കും. കൊച്ചി ചങ്ങമ്പുഴ പാർക്കിന് സമീപമുള്ള പൊതുശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിക്കുക. ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മന്ത്രി P രാജീവ്, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് എന്നിവർ ചേർന്നാണ് മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. 30 മണിക്കൂറിലേറെ നീണ്ട മൗനത്തിന് ശേഷമാണ് കാനഡ ഔദ്യോഗികമായി പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ പ്രതികരിച്ചത്. ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണം ഞെട്ടിച്ചു. കാനഡ ഈ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ഭീകരാക്രമണത്തിന് ഇരകളായവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുശോചനം അറിയിക്കുന്നുവെന്നും മാർക്ക് കാർണി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാക് നടൻ ഫവാദ് ഖാൻ നായകനായ ബോളിവുഡ് ചിത്രത്തിന് ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ചേക്കും. ഭീകരാക്രമണ പശ്ചാത്തലത്തിലാണ് പ്രദർശനം തടയാൻ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ആലോചിക്കുന്നത്. മെയ് 9-നായിരുന്നു അബിൻ ഗുലാൽ എന്ന ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരുന്നത്. ഭീകരാക്രമണത്തിൽ അനുശോചനം അറിയിച്ച് ഫവാദ് ഖാൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ടു. നടി വിൻസി അലോഷ്യസിന് പിന്നാലെ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതിയുമായി പുതുമുഖ നടി അപർണ ജോൺസ്. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നോടും ഷൈൻ മോശമായി പെരുമാറിയെന്ന് അപർണ ജോൺസന്റെ ആരോപണം. സെറ്റിൽ വെച്ച് നിരന്തരം ലൈംഗിക ചുവയോടെയുള്ള ഷൈനിന്റെ സംസാരവും വ്യത്യസ്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും പ്രയാസമുണ്ടാക്കിയെന്നും നടി അപർണ ജോൺസ്. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതിക്ക് വധശിക്ഷ. തോവാള സ്വദേശി രാജേന്ദ്രനാണ് വധശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മോഷണശ്രമത്തിനിടെയായിരുന്നു കൊലപാതകം നടന്നത്. തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും പരിസരവും മന്ത്രി K രാജൻ സന്ദർശിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 18,000 പൂരപ്രേമികൾക്ക് അധികമായി സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് മന്ത്രി പറഞ്ഞു.
സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ ധനമന്ത്രി നിർദ്ദേശം നൽകി. അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം. 1800 കോടിയിലധികം രൂപ ഇതിനായി വേണ്ടി വരുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. ഓരോ ഗുണഭോക്താവിനും 3200 രൂപ വീതമാണ് ലഭിക്കുക. ഇടുക്കിയിൽ മികച്ച വരുമാനമുള്ള KSRTCയുടെ കട്ടപ്പന കമ്പം സർവീസ് മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയ ബസ്സിന് പകരം സർവീസ് നടത്താൻ അന്തർ സംസ്ഥാന പെർമിറ്റുള്ള ബസ് ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. KSRTC കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് കമ്പത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സിന് പ്രതിദിനം ശരാശരി 15,000 മുതൽ 20,000 രൂപ വരെ വരുമാനമുള്ളതാണ്. കൊല്ലത്ത് നികുതി വെട്ടിപ്പ് റെയ്ഡിനിടെ GST വനിതാ ഉദ്യോഗസ്ഥയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജ് നികുതി വെട്ടിപ്പ് നടത്തുന്നു എന്ന പരാതിയിലാണ് റെയ്ഡ് നടന്നത്. ഉദ്യോഗസ്ഥയെ ആക്രമിച്ച സംഭവത്തിൽ NGO യൂണിയൻ KGOA നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി അജു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശനിയാഴ്ച വരെ തുടരും. ലോക നേതാക്കളെയും രാഷ്ട്ര തലവന്മാരെയും കൂടാതെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും വലിയ ഇടയനെ അവസാനമായി നേരിൽ കാണാനെത്തും. ശനിയാഴ്ചയാണ് മാർപ്പാപ്പയുടെ സംസ്കാരം നടക്കുക. റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാര ചടങ്ങ്. തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാവിന് മോചനം. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യൻ നാട്ടിൽ തിരിച്ചെത്തി. മടങ്ങിയെത്താനായതിൽ ആശ്വാസമുണ്ടെന്നും കൂടെയുണ്ടായിരുന്ന 2 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും ജെയിൻ പറഞ്ഞു. തൊഴിൽ തട്ടിപ്പിനിരയായാണ് ജെയിൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിപ്പെട്ടത്. യുഎസിലെ ട്രംപ് ഭരണകൂടം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ 145% വർദ്ധിപ്പിച്ചത് കുറച്ചേക്കും. വ്യാപാര യുദ്ധത്തിന് വഴി തുറന്ന തീരുവ വർധനയ്ക്ക് പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാകുന്നതിൻ്റെ സൂചനയുണ്ട്. ചർച്ചയിലെ തീരുമാനമനുസരിച്ചാവും തീരുവ കുറയ്ക്കൽ. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് തീരുവ വൻതോതിൽ കൂട്ടിയത് യുഎസിലെ വ്യാപാര മേഖലയ്ക്ക് ഗുണകരമായില്ലെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച കാര്യക്ഷമതാ വകുപ്പിന്റെ സ്ഥാനമൊഴിയാനൊരുങ്ങി ഇലോൺ മസ്ക്. തന്റെ കമ്പനിയായ ടെസ്ലയുടെ വരുമാനത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഈ വർഷമാണ് കമ്പനിയുടെ ലാഭത്തിലും കാറുകളുടെ വിൽപ്പനയിലും കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതേ തുടർന്നാണ് മസ്കിന്റെ പുതിയ തീരുമാനം. വടക്കൻ ഗാസയിലെ ടുഫയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിച്ചിരുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 10 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇതോടെ ജനുവരിയിലെ വെടിനിർത്തലിന് ശേഷം പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1600 കടന്നു. നഗരത്തിലെ ഡുറയിൽ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ തീവ്ര പരിചരണ വിഭാഗവും സോളാർ പ്ലാന്റും തകർന്നു. US ഭരണകൂടവും ഗൂഗിളും തമ്മിലുള്ള ആന്റി ട്രസ്റ്റ് കേസിന്റെ ഫലമായി ഗൂഗിൾ ക്രോം ബ്രൗസർ വിൽക്കാൻ ആൽഫബറ്റ് നിർബന്ധിതരായാൽ ഏറ്റെടുക്കാൻ താൽപ്പര്യം അറിയിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ OpenAI. കേസിലെ വിചാരണയ്ക്കിടയിലാണ് ChatGPTയുടെ പ്രൊഡക്ട് മേധാവി നിക് ടേർലി ക്രോം ബ്രൗസർ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയതെന്നാണ്. പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ആശാസമര വിഷയത്തിലാണ് കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. പത്തനംതിട്ട ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ് പ്രതിഷേധിച്ചത്. പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടന്റെ നേതൃത്വത്തിലായിരുന്നു കരിങ്കോടി പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാസപ്പടി കേസിൽ ടി വീണയ്ക്കെതിരെയുള്ള ആരോപണം ഗൗരവതരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ രാജിവെക്കണം. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമല്ല. CMRL കമ്പനിയിൽ നിന്ന് ടി വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് സേവനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും VD സതീശൻ. എമിറേറ്റിലെ തൊഴിലിടങ്ങളിൽ AI സാക്ഷരത ലക്ഷ്യമിട്ട് പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ദുബായ് ഭരണകൂടം. അലീഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംരംഭത്തിന് ദുബായ് ഹെൽത്താണ് ചുക്കാൻ പിടിക്കുക. ദുബായ് AI വീക്കിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ സാന്നിധ്യത്തിലായിരുന്നു അലീഫിന്റെ പ്രഖ്യാപനം.
ഉമ്മൂർ റമൂൽ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററിലെ സേവനം എല്ലാ ദിവസവും 24 മണിക്കൂറും ലഭ്യമാക്കി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഉപഭോക്താക്കൾക്കിടയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തന സമയം ദീർഘിപ്പിച്ചത്. ഇടുക്കി അടിമാലി കത്തിപ്പാറയിൽ വെച്ച് വാഹനത്തിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ പോലീസിന്റെ വാഹന പരിശോധനയിൽപ്പെടുകയും സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്ത പ്രതി കോടതിയിൽ കീഴടങ്ങി. അടിമാലി ഓട്ടക്ക സിറ്റി സ്വദേശി മനുവാണ് കോടതിയിൽ കീഴടങ്ങിയത്. അന്വേഷണ നടപടികളുടെ ഭാഗമായി അടിമാലി പോലീസ് പ്രതിയെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി. മലപ്പുറം ആലത്തിയൂരിൽ ടൂറിസ്റ്റ് ബസ്സും മണൽ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കഫേ മെക്കാനിക്ക് സമീപം വീണ്ടും അപകടം. പലചരക്ക് സാധനങ്ങളുമായി തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോയ പിക്കപ്പ് വാൻ നിയന്ത്രണം തെറ്റി മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പലചരക്ക് സാധനങ്ങൾ കച്ചവടത്തിനായി കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം തെറ്റി തലകീഴായി മറിഞ്ഞത്. തൃശൂർ പുതുക്കാട് ആനന്ദപുരത്ത് കള്ളുഷാപ്പിൽ വെച്ച് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനുജനെ കൊലപ്പെടുത്തി. അനന്തപുരം സ്വദേശി യദുകൃഷ്ണനാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ യദുകൃഷ്ണനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് പിടികൂടി. കോഴിക്കോട് കൊയിലാണ്ടി മുത്താമ്പി പുഴയിൽ ചാടിയ ആളെ തിരിച്ചറിഞ്ഞു. കാവുന്തറ എലങ്കമൽ സ്വദേശി അബ്ദുറഹിമാനാണ് പുഴയിലേക്ക് ചാടി ജീവനൊടുക്കിയത്. പാലത്തിന് മുകളിൽ ചെരുപ്പ്, മൊബൈൽ ഫോൺ, വാച്ച്, കുട, പേഴ്സ് എന്നിവ ഉപേക്ഷിച്ച ശേഷം പുഴയിലേക്ക് ചാടുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കാണാതായത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനിന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറടയിൽ കിണറ്റിൽ വീണ് 3 വയസ്സുകാരി മരിച്ചു. ചുണ്ടിക്കൽ സ്വദേശി ചന്ദ്രമോഹൻ ആരതി ദമ്പതികളുടെ മകൾ നക്ഷത്രയാണ് മരിച്ചത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച മരണം സ്ഥിരീകരിക്കുകയാണ്. തൃശൂർ പുതുക്കാട് സ്വത്ത് തർക്കം മൂലമുള്ള വൈരാഗ്യത്താൽ അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ ജ്യേഷ്ഠൻ അറസ്റ്റിൽ. അനന്തപുരം സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത്. സഹോദരൻ യദുകൃഷ്ണനെ കള്ളുഷാപ്പിൽ വെച്ച് മാരകായുധമായ ചില്ലുകുപ്പിയും പട്ടിക വടികൊണ്ടും വിഷ്ണു അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കുടകിൽ മലയാളിയായ തോട്ടമുടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. കണ്ണൂർ ചിറക്കൽ സ്വദേശി പ്രദീപാണ് കൊല്ലപ്പെട്ടത്. വിരാജ്പേട്ടയിലെ ബിഷെട്ടിഗിരിയിൽ പ്രദീപന്റെ തോട്ടത്തിലുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ഗോണിക്കുപ്പ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി അടിമാലിയിൽ ബാറിൽ വെച്ചുണ്ടായ കത്തിക്കുത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. ആക്രമണത്തിൽ ഒരാളുടെ കഴുത്തിന് ഗുരുതര പരിക്ക് സംഭവിച്ചു. അടിമാലി പോലീസ് സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി അടിമാലി കോട്ടപ്പാറയിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അടിമാലി പോലീസിന്റെ പിടിയിലായി. അനച്ചാൽ തട്ടാത്തിമുക്ക് സ്വദേശി ബിബിനാണ് പിടിയിലായത്. സംഭവത്തിൽ ഉൾപ്പെട്ട മൂലമറ്റം അറക്കുളം സ്വദേശിയായ ജിബിൻ ബിജുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പ്രതികൾ ഒളിവിലാണ്. തൃശൂരിൽ നല്ല നടപ്പ് ജാമ്യവ്യവസ്ഥ ലംഘിച്ച 3 പേർ കരുതൽ തടങ്കലിൽ. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് പുതിയ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് പടിയം മുറ്റിച്ചൂർ സ്വദേശി ഹിരത്, പടിയം സ്വദേശി ഫ്രാങ്കോ, വലപ്പാട് സ്വദേശി ജിത്ത് എന്നിവരെ തടങ്കലിലാക്കിയത്. ജില്ലയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വരുന്ന കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ തുടരുമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. തൃശൂർ അഞ്ചേരിച്ചിറയിൽ പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടാസ് സംഘങ്ങളെ പോലീസ് പിടികൂടി. കേസിലെ പ്രതികളായ 4 പേരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. കേസിലെ പ്രതികളെയും കൊണ്ടുവന്ന പോലീസ് തെളിവെടുപ്പ് നടത്തി. അഞ്ചേരിച്ചിറ ജംഗ്ഷനിലെ മീനൂട്ടി ചിക്കൻ സെന്റർ ഉടമ സന്തോഷിനെയാണ് ഗുണ്ടകൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മലപ്പുറം തിരൂരിൽ 2.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. UP നവഭാഗഞ്ച് സ്വദേശി സജൻ ഖാനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫോറിൻ മാർക്കറ്റിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച കേസിലാണ് പ്രതി പിടിയിലായത്.
കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി അമിത് ഉറാങ്ങിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. കേസിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണ്. അമിത് കൊലപാതകത്തിന് മുൻപ് താമസിച്ച ലോഡ്ജിലെത്തിച്ച് തെളിവെടുക്കും. പ്രതിയെ ഇന്നലെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി അമിത് ഉറാങ് കൃത്യം നടത്തിയ ശേഷം CCTV ഹാർഡ് ഡിസ്കുമായി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പ്രതി വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നും CCTV ഹാർഡ് ഡിസ്കും കൊല്ലപ്പെട്ട ദമ്പതികളുടെ ഒരു ഫോണും കണ്ടെത്തിയിരുന്നു. തെളിവെടുപ്പിൽ കൃത്യം നടത്തിയ രീതി പോലീസിനോട് ഇയാൾ വിവരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് കുറ്റക്കാരൻ. നെയ്യാറ്റിൻകര അതിയന്നൂർ സ്വദേശി അരുണിനെയാണ് കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീർ കണ്ടെത്തിയത്. കുന്നത്തുകാൽ സ്വദേശി ശാഖ കുമാരിയാണ് കൊല്ലപ്പെട്ടത്. യുവതിയെ പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത സ്ഥാപനം ഉടമ പിടിയിലായി. ഇടുക്കി മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ കുറുമല ഡിവിഷനിൽ K ഗണേഷ് കുമാറിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ മൃഗശാലയിൽ മഴയിൽ കനത്ത നാശം. വൻമരങ്ങൾ കടപുഴകി ഹിപ്പോപ്പൊട്ടാമസിന്റെയും മ്ലാവുകളുടെയും കൂടുകൾക്കുമേൽ പതിച്ചു. സൂപ്രണ്ടും ജീവനക്കാരും ചേർന്ന് മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയ കനത്ത ചുഴലിയിൽപ്പെട്ടാണ് മൃഗശാലയിലെ മരങ്ങൾ കടപുഴകി വീണത്. മലപ്പുറം മഞ്ചേരി കോഴിക്കോട്ടുകുന്നിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. കല്ലുവെട്ടിപ്പോയിൽ സ്വദേശി ഷഹാസിനാണ് കുത്തേറ്റത്. വാഹന കച്ചവടവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എത്തിയവരാണ് ആക്രമണം നടത്തിയത്. പിതാവിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷഹാസിന് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഷഹാസിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ മാരകായുധങ്ങളുമായി യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ നെന്മിനി സ്വദേശി ഷെഫീഖാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 5 കത്തികളും കൈമഴുവും ഇടിക്കട്ടയും കണ്ടെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ അന്നമനട കീഴടൂരിൽ പാടശേഖരത്തിൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ പൈപ്പ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി പരാതി. കീഴടൂർ കൊരട്ടിപ്പള്ളം പാടശേഖരത്തിലാണ് സംഭവം. ഇവിടെ നിറവ് ഹരിത സമൃദ്ധി പൈതൃകക്കൂട്ടം സംഘം 30 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത്. മാള പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. തൃശൂർ ചാവക്കാട് ഉപ്പാപ്പ പള്ളിയിൽ നിന്നും 80,000 രൂപയോളം മോഷ്ടിച്ച പ്രതിയെ പോലീസ് എർവാടിയിൽ നിന്നും പിടികൂടി. വയനാട് നെന്മേനി സ്വദേശി ഷംഷാദിനെയാണ് ഗുരുവായൂർ സബ് ഡിവിഷൻ ACPയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 8-ാം തീയതി പുലർച്ചെയാണ് പ്രതി ചാവക്കാട് ഉപ്പാപ്പ പള്ളിയിൽ മോഷണം നടത്തിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീട് കുത്തി തുറന്ന് 7 പവൻ സ്വർണവും 60,000 രൂപയും മോഷണം പോയി. വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്ത് കടന്നാണ് മോഷണം. വാതിലുകളെല്ലാം തകർന്ന നിലയിലാണ്. തിരുവനന്തപുരം വെട്ടൂർ കുമാരുവിളാകം ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാണിക്ക വഞ്ചി കുത്തിപ്പൊളിച്ച് പണം കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. താഴെ വെട്ടൂർ സ്വദേശികളായ ഷിഹാബ്, അസീം എന്നിവരാണ് അറസ്റ്റിലായത്. ക്ഷേത്രത്തിലെ സ്റ്റോർ റൂം കുത്തി തുറന്ന് കവർച്ച നടത്തിയതായും കാണിക്ക വഞ്ചികൾ പ്രതികൾ എടുത്തുകൊണ്ടുപോയതായും ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ പരാതിയിൽ പറയുന്നു. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങാതെ അതിരപ്പള്ളി മേഖലയിലെ വിനോദസഞ്ചാരികൾക്ക് പ്ലാന്റേഷൻ ചെക്ക് പോസ്റ്റ് വഴി രാത്രിയിൽ കടന്നുപോകുന്നതിന് അനുമതി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി മുരിങ്ങൂർ ചിറങ്ങര ദേശീയപാതയിൽ ഗതാഗത സ്തംഭനം പതിവായ സാഹചര്യത്തിലാണ് ആവശ്യമുയരുന്നത്. വൈകിട്ട് 6:30 മുതൽ രാവിലെ 6 വരെ പ്ലാന്റേഷൻ എസ്റ്റേറ്റ് റോഡിന് പുറമേ നിന്നുള്ളവർ യാത്ര ചെയ്യുന്നതിന് വിലക്കുണ്ട്. കോട്ടയം വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി MCFന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. 2000 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ നിർവഹിച്ചു. പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമായി 2 സോർട്ടിംഗ് ടേബിളും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിച്ചു നൽകി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഡ്രസ്സിംഗ് റൂമും ഉൾപ്പെടുത്തിയാണ് MCF നിർമ്മാണം പൂർത്തിയാക്കിയത്.
മലപ്പുറം വൈരങ്കോട് നവജീവൻ വിദ്യാദീപത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ ഗ്രന്ഥാലയം ഒരുക്കുന്നു. അന്താരാഷ്ട്ര പുസ്തക ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികൾ പുസ്തകങ്ങൾ ശേഖരിച്ചു തുടങ്ങി. പുസ്തക ശേഖരണ ഉദ്ഘാടനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷീദ് ടീച്ചർ പുസ്തകങ്ങൾ സമ്മാനിച്ച് നിർവഹിച്ചു. ഗ്രാമീണ ജനതയെ വായനശീലം വളർത്തുന്നതിന് വേണ്ടിയാണ് വായനശാല ഒരുക്കുന്നത്. തൃശൂർ വടക്കാഞ്ചേരി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ചതയദിന പ്രാർത്ഥനയും കശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ മരണത്തിനിരയായവർക്ക് അനുശോചന പ്രാർത്ഥനയും നടന്നു. ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥന സംഘടിപ്പിച്ചത്. ദിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം വാർത്താദിനം.